അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പുത്തൻ വീട് തറവാട്ടിലേക്ക് റാഹില വന്നത് മുതൽ തന്നെ ഷമ്മാസിന് വല്ലാത്തൊരു സമാധാനക്കേട്. കാര്യം മറ്റൊന്നുമല്ല, വലിയൊരു മോഷണം നടത്തിപ്പോയതാണ് ജ്യേഷ്ഠത്തിയും അനിയത്തിയും. അതുകൊണ്ട് തന്നെ ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ പിടക്കുകയായിരുന്നു. റബ്ബേ, അവർ അന്നും 2 ദിവസം വന്നു നിന്നിരുന്നു. എനിക്ക് സമാധാനമില്ല. കാര്യം മറ്റൊന്നുമല്ല, അവരുടെ സ്വഭാവം അങ്ങനെയാണ് റബ്ബേ. അതുകൊണ്ടാണ് എനിക്ക് വല്ലാത്ത ടെൻഷൻ. ഷമ്മാസിന് സമാധാനമില്ല. എന്തെന്നറിയില്ല, സമീർത്തെ ആയാലും ആരൊക്കെ തന്നെയായാലും ഇവിടെ വന്നിട്ട് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ റാഹില വന്നിരിക്കുന്നു. ഉമ്മയോട് ഭയങ്കര സംസാരമാണ്. അതെ, ഉമ്മയെ നല്ല രീതിയിൽ സോപ്പിട്ട് മയക്കുന്നുണ്ട്. ശരിക്കും ഷമ്മാസ് സമാധാനക്കേട് കൊണ്ട് ഉമ്മയോട് ഒന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിലെന്ന് കരുതി. പക്ഷേ ഉമ്മ നല്ലോണം സംസാരത്തിൽ മുഴുകിയിരിക്കുന്നു. ഏതായാലും മോളെ, നിങ്ങൾക്ക് കാണാനായല്ലോ അല്ലേ നിങ്ങൾ ആങ്ങളുടെ ഭാര്യ പ്രസവിച്ച കുട്ടികളെ? അതെ ഉമ്മ, സത്യമായിട്ടും ഞാൻ വിചാരിച്ചതായിരുന്നു ഈ കാര്യം. കാരണം അത്രമാത്രം സമീർ അനുഭവിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. എന്നാലും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പഠിച്ചവനാക്കി തന്നു കേട്ടോ. എനിക്ക് സന്തോഷമാണ്. കുട്ടികളെ കാണുവാൻ വേണ്ടി റാഹില വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ക്ഷമിക്കണം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും പടച്ച റബ്ബ് നിങ്ങൾക്ക് കുട്ടിനെ തന്നല്ലോ, അതും വലിയ ഭാഗ്യം തന്നെയല്ലേ. അതെ, അതൊന്നും കുഴപ്പമില്ല. ഇനി പഴയതൊക്കെ മറക്കാറുണ്ട്. പഴയതൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടില്ല റാഹില. കാരണം എനിക്കത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ ഞാൻ വെക്കുന്നത്? അതൊക്കെ പടച്ച റബ്ബിൻ്റെ അടുത്തല്ലേ. എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് അള്ളാഹു ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് ഇതാ അള്ളാഹു 2 കുട്ടികളെ നൽകി. പിന്നെ ഇപ്പം എന്താ? എന്നാൽ സമീറയോട് അതാ റാഹില പറഞ്ഞ ആ കാര്യം വീണ്ടും അവൾ പറയുന്നു. ഞാനേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് ഇവിടെ നിന്നോളാം. എനിക്ക് ഞങ്ങോട്ട് പോകാനാവില്ല ഷമീറ. സത്യമായിട്ടും എനിക്കത് താല്പര്യമില്ല തീരെ. ഞാൻ ഇവിടെ നിന്നോളാം കേട്ടോ. എന്തേ? എന്നാൽ ഈ സമയം അതാ റാഹില സമീറയുടെ റൂമിലേക്ക് കടന്നിരിക്കുന്നു. ഈ സമയം ഷമ്മാസ് ഉമ്മയെ വിളിച്ചു. ഉമ്മ, ഉമ്മ. ആ എന്താ മോനെ? ഉമ്മപ്പ വരാം. അതെ, ഓൾക്ക് കുറച്ച് ഞാൻ ചോറളമ്പി കൊടുത്താട്ടെ. ഉമ്മ ഒന്ന് വരുമോ? എന്താ മോനെ? എന്താ? ഉമ്മ, ഈ വീട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്. നുസൈബുണ്ട്, സൗദയുണ്ട്, പിന്നെ അത് പോരാത്തതിന് നമ്മുടെ ഫസീലത്ത കൊണ്ടുപോയ മിസിരി വരും. അങ്ങനെ എല്ലാവരും ഉള്ള ഒരു വീടാണിപ്പത്. ഇപ്പം നമുക്ക് അൽഹംദുലില്ലാ ഈ വീട്ടിൽ ജോലിക്ക് വേറൊരാൾ ആവശ്യമില്ല. എന്താ മോനെ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലായല്ലോ. ഇജെന്താ പറയണത്? ഒന്ന് വ്യക്തമാക്കി പറഞ്ഞ. ഉമ്മ, ഇനിയിപ്പോൾ പുതിയൊരാളും കൂടി ഈ വീട്ടിലേക്ക് വേണോ? എന്താ മോനെ ഉദ്ദേശിക്കുന്നത് പറയും. അല്ലമ്മ, അതായത് ഇവിടെ ഇനി ഒരാൾ ആവശ്യമില്ല. ഇവിടെ നമ്മളെ വീടുകളിലെ ആളുകൾ ഇഷ്ടം പോലെ അയക്കണ്. ഇനിയിപ്പോൾ എന്താ മോനെ ഈ പറയണത്? അല്ലേ, ഈ പറഞ്ഞത് റാഹിലാൻ്റെ കാര്യമാണ്. എൻ്റെ പൊന്നാര മോനെ, ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് കടന്നു വന്ന ഓലെ സ്വീകരിക്കണം എന്ന് എനിക്ക് അറിയില്ലേ? ജന്നൽ എന്നെ പഠിപ്പിച്ചത് ഇതൊക്കെ. നല്ല മട്ടത്തിൽ നമ്മൾ സ്വീകരിക്കണം, ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ. അതിനിപ്പോൾ എന്താ ഞാൻ കൊടുത്തു? അതിനെന്തേ? ഉമ്മ, അതല്ല, ഭക്ഷണം കൊടുത്തോളൂ, എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. അല്ലേ, വീട്ടിലിപ്പോൾ നിൽക്കലിപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇജെന്തൊക്കെയാ ഈ പറയണത്? ആരെങ്കിലും നമ്മളെ മുമ്പൊക്കെ കൈ നീട്ടി വന്നാൽ നമ്മൾ മടക്കി വിടാൻ പാടുണ്ടോ? ഉമ്മ, മടക്കി വിടണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഉമ്മ എന്തായാലും ഷാമോനജ് വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇവിടെ വരുന്നതും പോണൊക്കെ ഇജ്ജ് നോക്കി നിൽക്കണോ? ഞാൻ ഇനിയിപ്പോൾ സൗദനെ തന്നെ ഞാൻ എങ്ങനെ കൊണ്ടെടുക്കണത്? ഓൾ എന്നോട് കുറേ എതിരെ പ്രവർത്തിക്കും, അതും ഇതും ചെയ്യണേ കാട്ടണമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പഠിച്ചവനെ വിചാരിച്ചിട്ട് ഓളെ നോക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഓൾക്ക് നമ്മൾക്ക് പഠിച്ചവൻ അങ്ങനെയൊക്കെ വിധിച്ചതാണെങ്കിൽ നമ്മളത് സഹിക്കന്നെ. ആ ഒന്ന് സാരം എങ്ങനെയെങ്കിലും ഇന്ന് നന്നാവും നാളെ നന്നാവും വിചാരിച്ച് നിൽക്കുകയാണ്. ഒന്നുമില്ലേ, നമ്മൾ നവാസിൻ്റെ പെണ്ണുങ്ങളല്ലേ, ആ ഒരു ചിന്ത. ഇനിയിപ്പോൾ പിരാന്തത്തി ആണെങ്കിലും കൂടിയാണ് നോക്കന്നെ. അല്ല ഇപ്പം എന്താ, നമ്മളെ എന്താ പഠിച്ചവനെ മറന്നൊന്നും ചെയ്യരുത്.
എന്തായാലും വണ്ടിയില്ല, നമുക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ആളുകൾ എങ്ങനെ നോക്കണ്ട. അപ്പോൾ സൗദ ഭക്ഷണം കൊടുത്തിട്ട് പോലും തിന്നുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ മനുഷ്യനെ ഇടങ്ങാറൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചവനോടാണ് ഇത് ഓർക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ സമീറാൻ്റെ ഈ പ്രസവവും കാര്യങ്ങളും അൽഹംദുലില്ലാ അതിവിടെ കഴിഞ്ഞത് വലിയ റാഹത്തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. ആശുപത്രിയിൽ പോയാൽ ഓപ്പറേഷൻ ഉറപ്പായിക്കാരം. അപ്പോൾ 4-5 ദിവസം ഔടിയും അങ്ങനെയൊക്കെ എന്തേക്കാരം സ്ഥിതി. എൻ്റെ നുസൈബ് ഇടങ്ങാറാവൂലേ. ഏതായാലും പൊന്നാര മോനെ, ഞമ്മക്ക് എന്തെങ്കിലും തിരണി പഠിച്ചോ നല്ലീനേക്കാരം. സാരമില്ല, ഇവിടെ നിൽക്കണോന്ന് നിന്നോട്ടെ. ഇവിടെ വെക്കണേന്ന് ഞാൻ ഓൾക്ക് വിളമ്പി കൊടുക്കും, അത് ഓൾ തിന്നോട്ടെ. ഇവിടെ ഒരു ഭാഗത്ത് കിടന്നും ചെയ്തോട്ടെ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ഉമ്മ അല്ല അതുകൊണ്ടൊന്നല്ല ഷാമോനെ, ഈ കാര്യം നോക്കണം, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഉമ്മാൻ്റെ കുട്ടിയാണ് പോയിക്കാണി. ശരിക്കും ഷമ്മാസിന് വല്ലാത്തൊരു ഭയമായിരുന്നു ഉണ്ടായത്. കാര്യം മറ്റൊന്നുമല്ല, ഷെറീന റാഹില അത് അവൻ്റെ പേടി സ്വപ്നമാണ്. കാരണം ഇതുവരെ ഉമ്മ അറിഞ്ഞിട്ടില്ല ഒരു കാര്യവും. കാരണം സമീറത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സമീറത്ത് സ്വർണവുമായി വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെന്ന് പറയാം. അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി റബ്ബേ. ശരിക്കും അതാ ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലാ, റാഹില പോയാൽ മതിയായിരുന്നു, ഇവിടെ നിൽക്കാഞ്ഞാൽ മതിയായിരുന്നു റബ്ബേ. അതായിരുന്നു മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹം. പക്ഷേ ഉമ്മ പറഞ്ഞതിൻ്റെ ഒപ്പറായിട്ട് സാരല്ല, അള്ളാഹുവേ നീ കാത്തുരക്ഷിക്ക് റബ്ബേ. എന്നാൽ ഈ സമയം പ്രസവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ വീട്ടിലിപ്പോൾ സമയം അറിയിച്ചിരുന്നത് ഘടികാരമല്ലായിരുന്നു. ഇടയ്ക്കിടെ കേൾക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ കരച്ചിലും പിന്നെ അവരുടെ ശാന്തമായ ഉറക്കവുമായിരുന്നു. എന്താണെന്നറിയില്ല, ഐഷുമ്മക്ക് അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. റബ്ബേ, കുറേ കുട്ടികളൊക്കെ ഉള്ള വീട് എത്ര സുന്ദരമാണ് അല്ല. എന്നാൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സൗദക്ക് അലർജി ആയിരുന്നു. അവൾ 2 ചെവിയും പൊത്തുമായിരുന്നു. എൻ്റെ റബ്ബേ, ഈ കുട്ടികളെ വായിൽ ശീല കുത്തിത്തിരിക്കണം, അതാ വേണ്ടത്. എന്തൊരു കരച്ചിലാണത്. എനിക്ക് നിൽക്കാൻ കഴിയണില്ല. സുഖസുന്ദരമായി കഴിയേനും എൻ്റെ കുട്ടിനെയും കൂടി ഞാൻ നോക്കാതെ. അപ്പോത്തിന് വേറെ 2 ഇവിടേക്ക് കൊടന്നിക്കണ് പെറ്റിടാൻ വേണ്ടി. 2ഉം ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളും. അതെ, ഞാൻ നീച്ചുകാണ്ടേ ഓലില്ലാത്ത സമയത്ത് തൊള്ളിയിൽ ഞാൻ ശീല കുത്തിത്തിരിക്കും. അവളുടെ ഓരോ ദുഷ്ടചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അല്ലെങ്കിലും പുത്തൻ വീട് തറവാട്ടിൽ എന്തിനാ അങ്ങനെ 2 ഇരട്ട കുട്ടികളൊക്കെ പ്രസവിച്ചവരൊക്കെ നോക്കണത്? ഇതെന്താ അതിനുള്ള സ്ഥാപനോ? എന്താന്നില്ലേ എനിക്കറിയില്ല, എനിക്ക് ദേഷ്യമാണ് വരുന്നത്. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മാക്ക് സന്തോഷമാണ്. മക്കളെ, റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും. അതെ, കുട്ടികളെ കരച്ചിലൊക്കെ ഉള്ളോടുത്ത് നല്ല മലക്കുകളെ ഇറങ്ങുള്ളൂ കുട്ടികളുള്ളോടുത്ത്. കാരണം നിഷ്കളങ്കമായ കുട്ടികളല്ലേ. ഓലുണ്ടാവുമ്പോൾ പെരക്ക് തന്നെ ഒരു ബർക്കത്താണ്. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം മനസ്സിക്ക്. എന്നാൽ സമീറയുടെ ജീവിതവും മാറിയിരുന്നു. രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി കണ്ണടക്കുന്നവരെ അവളുടെ ലോകം ഇപ്പോൾ ആ 2 ചെറിയ മുഖങ്ങളിലായിരുന്നു. എന്നാൽ ഐഷുവും കൂടെ വരും. ഐഷുവിനെയും സമീറയ്ക്ക് കൂടുതൽ സ്നേഹമാണ്. എൻ്റെ ഇത്താത്ത ഇവിടെ, കുഞ്ഞു മക്കളുടെ ഇത്താത്ത. ഇത്താത്തയാണ് കേട്ടോ. ഇതേ 2 കുഞ്ഞു വാവകളാണ്. അത് നിങ്ങൾ ഇത്താത്ത ആങ്ങളെക്കുട്ടിയാണ് എൻ്റെ കുട്ടിക്ക് കിട്ടിയത് അല്ലേ? ഐഷുവിന് അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. എന്നാൽ അതെല്ലാം കണ്ടു നിന്ന് ആയിഷമ്മ സന്തോഷിക്കും. മോളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വീട്ടിലിപ്പോൾ ഒരു സമാധാനം സന്തോഷം കൊടുന്നേക്കണേ. ഈ കുട്ടികൾ ജനിച്ചതിന് ശേഷം സമീറ കുഞ്ഞുങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ഉമ്മ, ചിലപ്പോൾ ഇവരെ നോക്കിയിരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല. മോളെ, അങ്ങനെ തന്നെയല്ലേ, അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ നമുക്ക്. ആയിഷമ്മ അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി. അതെ, ശരിക്കും ഒരു ഉമ്മ ചെയ്യുന്ന പോലെയാണ് അവൾക്ക് തോന്നാറുള്ളത്. എന്നാൽ ആ വൈകുന്നേരം എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുകയായിരുന്നു. ഉസ്താദും ഷമ്മാസും ആയിഷുമ്മയും സമീറയും റുക്യാത്തയും ഒരുമിച്ചിരുന്നപ്പോൾ ആയിഷുമ്മ ഒരു വിഷയം തുടങ്ങി. അല്ല മോനെ, കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നതിനെ കുറിച്ചും അക്കീക്കത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കണ്ടേ? അതിനുള്ള സമയമായില്ലേ? ഉസ്താദ് പുഞ്ചിരിച്ചു. അതേ ഉമ്മ, നല്ല അർത്ഥമുള്ള പേരുകളായിരിക്കണം. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊരാഗ്രഹമുണ്ട്. ഇവർ വളരുമ്പോഴേ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് നല്ല അർത്ഥം മനസ്സിലാക്കണം, ആ രീതിയിലുള്ളത്. എന്നാൽ ആയിഷമ്മ ചോദിച്ചു, അല്ല മക്കളെ, ഏതൊക്കെ പേരാണ് മനസ്സിലുള്ളത്? അല്പനേരം എല്ലാവരും ആലോചനയിൽ മുഴുകി. എന്നാൽ ആദ്യം ആയിഷമ്മ തന്നെ പറഞ്ഞു, നമ്മൾ പേരിടുമ്പോൾ എപ്പോഴും ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേര് എപ്പോഴും അനുഗ്രഹമുള്ളതാണ്. നമ്മുടെ മുത്ത് ഹബീബിൻ്റെ പേര്. പെണ്ണിനാണെങ്കിൽ ഫാത്തിമ വെച്ചുവിടാം. ബാക്കി ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് കുഴപ്പമില്ല. ആദ്യം മുഹമ്മദും ഫാത്തിമയും അതന്നെയാണ് മെയിന്. ഉസ്താദ് ആദരവോടെ തല കുനിച്ചു. അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്.
ഷമ്മാസ് വീണ്ടും പറഞ്ഞു, ഒരു കുഞ്ഞിന് മുഹമ്മദ് എന്ന പേരിൽ ഭാഗമുണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ റുക്യാത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ മറ്റേ കുഞ്ഞിനോ? എന്നാൽ അതിനിടയിൽ സമീറ പതുക്കെ അതെല്ലാം കേട്ട് പറഞ്ഞു, ഖുർആനിൽ മനോഹരമായ അർത്ഥമുള്ളൊരു പേര് മതി. അങ്ങനെ ഓരോരുത്തരും പല പേരുകളും പറഞ്ഞു. ഓരോ പേരിൻ്റെയും അർത്ഥം ഉസ്താദ് വിശദീകരിച്ചു. ഒരു പേര് വെറും വിളിക്കാൻ മാത്രമല്ല, അത് ജീവിതകാലം മുഴുവൻ മനുഷ്യനോടൊപ്പം ഉണ്ടാകും. നമ്മൾ മരണപ്പെട്ട് ചെന്നാലും നമ്മുടെ പേര് വിളിച്ചാണ് നമ്മെ അഭിസംബോധന ചെയ്യുക. അതുകൊണ്ട് നല്ല അർത്ഥമുള്ള പേര് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. എല്ലാവരും അതിനോട് യോജിച്ചു. ഇൻഷാ അല്ലാ ഇസ്തിഖാറ ചെയ്ത് ആലോചിച്ച് ഏറ്റവും നല്ല പേരുകൾ തിരഞ്ഞെടുക്കാം. അപ്പോഴാണ് ആയിഷമ്മ മറ്റൊരു കാര്യം ഓർമ്മിച്ചത്. മോനെ, അക്കീക്കയുടെ കാര്യം തീരുമാനിക്കണം കേട്ടോ. ഷമ്മാസ് ഉസ്താദിനെ നോക്കി. ഉസ്താദേ, എന്താണ് സുന്നത്തിൽ വന്നിരിക്കുന്നത്? ഉസ്താദ് ശാന്തമായി മറുപടി പറഞ്ഞു, സാധാരണയായി ആൺകുഞ്ഞിന് 2 ആടും പെൺകുഞ്ഞിന് 1 ആടുമാണ് അക്കീക്കയെ ഇറക്കുന്നത് എന്ന ഹദീസുകളിൽ കാണാം. അതിനാൽ 2 ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ 4 ആടുകളാണ് പൂർണ്ണമായ സുന്നത്ത്. എന്നാൽ ഒരാൾക്ക് അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരാളെയും അവരുടെ കഴിവിന് അതീതമായി ബാധ്യസ്ഥനാക്കുന്നില്ല. ഷമ്മാസ് ആലോചനയോടെ തലകുനിച്ചു. ഉസ്താദ് പറഞ്ഞു, ഷമ്മാസ്, ഞാൻ പാവമല്ലേ, അപ്പം അതിനനുസരിച്ച് ഒരാടിനെ ഒരാൾക്കും മറ്റേ ആടിനെ, അങ്ങനെ 2 ആടുകളെ. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം, ഉസ്താദേ നിങ്ങൾ ഇങ്ങനെ പറയല്ലിട്ടോ, നമ്മളെ വീട്ടിലത്തെ കാര്യമാണിത്. അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്താം. ആയിഷമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതെ, ഗ്രാമത്തിലുള്ള എല്ലാവരും വിളിക്കണം, ഈ നാട്ടുത്തോരൊക്കെ. റുക്യാത്ത് ചിരിച്ചു. ഇത് ഉസ്താദിൻ്റെ മക്കളുടെ അക്കൈക്കയല്ലേ, നാട്ടുകാരൊക്കെ സന്തോഷത്തോടെ അറിഞ്ഞു വരും. കാരണം ഉസ്താദ് എല്ലാവർക്കും നന്മ ഉപദേശിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. സമീറ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. ഇവരുടെ തലമുടി ആദ്യമായി നീക്കം ചെയ്യുന്ന ദിവസം. അവളുടെ ശബ്ദത്തിൽ വാത്സല്യം നിറഞ്ഞു. അന്ന് ഇവർ എങ്ങനെയായിരിക്കും? എന്നാൽ ആയുഷ് തൊട്ടടുത്തുണ്ട്. അതെ, കുഞ്ഞുവാവുകളെ മുടി മൊട്ടയടിക്കാണ്. ആണോ? അയ്യേ, അതേ മോളെ, ഈ മുടിയെല്ലാം കളയണം. ആയുഷമ്മയും അത് കേട്ട് ചിരിച്ചു. മുടി നീക്കിയാലേ ഇവരുടെ കുഞ്ഞു മുഖം ഇനിയും തെളിഞ്ഞു കാണാം. എല്ലാവരും അത് കേട്ട് സന്തോഷിച്ചു. ഉസ്താദ് പറഞ്ഞു, അതൊരു ആചാരം മാത്രമല്ല, കുഞ്ഞ് അള്ളാഹുവിൻ്റെ അമാനത്താണെന്ന് ഓർമ്മിപ്പിക്കുന്ന നന്ദിയുള്ള ദിവസമാണ്. അന്ന് നമുക്ക് കൂടുതൽ ദുആ ചെയ്യാം. അന്ന് രാത്രി ഉറങ്ങാൻ പോകും മുമ്പ് സമീറ 2 കുഞ്ഞുങ്ങളെയും മാറി മാറി എടുത്ത് നെഞ്ചോട് ചേർത്തു. നിങ്ങളുടെ പേരെന്തായിരിക്കും എന്ന് എനിക്കറിയില്ല എൻ്റെ മക്കളെ, അവൾ മൃദുവായി പറഞ്ഞു. പക്ഷേ നിങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളായി വരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. 2 കുഞ്ഞുങ്ങളും ശാന്തമായി ഉറങ്ങുകയായിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കിയ ഉസ്താദ് പതുക്കെ ദുആ ചെയ്തു. യാ അല്ലാ, ഈ 2 മക്കളെയും ഖുർആന്റെ വെളിച്ചത്തിൽ വളർത്തേണമേ. അവരുടെ ജീവിതം നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ എപ്പോഴും നിന്റെ കരുണയിൽ നീ കാത്തു സൂക്ഷിക്കണമേ. ആമീൻ. ആയിഷമ്മയും ഷമ്മാസും സമീറയും ഒരുമിച്ച് പറഞ്ഞു. ആ രാത്രിയിൽ ആ വീടിൻ്റെ മേൽക്കൂരയ്ക്കിടയിൽ മുഴങ്ങിയ ഏറ്റവും മനോഹരമായ ശബ്ദം ആ 2 കുഞ്ഞുങ്ങളുടെ മൃദുവായ ശ്വാസവും ഒരു കുടുംബത്തിൻ്റെ ശുക്ർ നിറഞ്ഞ ദുആകളുമായിരുന്നു. ഷാമോനെ, ഒരാളെ ഒഴിവാക്കരുത്. എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫുഡും കാര്യങ്ങളും കണക്കും ഒക്കെ ചെയ്യാനിട്ട് ഒരു കുറവും വരരുതിട്ട് മോനെ. ഇല്ലുമ്മ, ഉമ്മ വിചാരിച്ച പോലെയൊക്കെ നടത്താം. പക്ഷെ ഉമ്മ, എനിക്ക് ഉമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ അത് കുറേ നേരമായല്ലോ. ഉമ്മ, റാഹിലാനൊന്ന് പറഞ്ഞു വിട്ടൂടെ? എന്താ അവിടെ നിന്ന് വിചാരിച്ചിട്ട്? എനിക്ക് എന്തിൻ്റെ കേടാ? ഉമ്മാക്ക് സംഭവം ഒന്നും അറിയില്ല. പക്ഷെ ഉമ്മയോടത് പറയാനും വയ്യ. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വേണ്ട, ഉമ്മയുടെ സമാധാനം നഷ്ടപ്പെടുത്തണ്ട. അതുകൊണ്ട് തന്നെ ഷമ്മാസ് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്നാൽ റാഹില നുസൈബയോടൊപ്പം അടുക്കളയിൽ ഓരോ പണിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തോളാം നുസിയെ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഇത് അതിനത്രേ ഉള്ളൂ. എന്തെന്നറിയില്ല. അതെ, റാഹില പഴയ പോലെ ഒന്നല്ല, അവൾ ആളാകെ മാറിയിട്ടുണ്ട്. മോനെ, ഷാമോനെ. ആ എന്തുമ്മ, എന്താ എനിക്ക് എന്തിൻ്റെ കേടാ? മുടിയാഴ്ചയിലാണ് കഴിഞ്ഞോട്ടെ, അതുവരെ ഇവിടെ നിന്നോട്ടെ. ഇപ്പം നുസൈബാനെ സഹായിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ഞാൻ എന്ത് പണിയും ഇവിടെ എടുത്ത് നിന്നോളാം എന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പം എങ്ങനെ എൻ്റെ പൊന്നാരെ കുട്ടി പോലൊക്കെ പറഞ്ഞ് വിടുക? അവിടെ നിന്നോട്ടെ, ഉള്ള വെള്ളം കുടിച്ച് ഇവിടെ കഴിയാലോ നമ്മൾ കഴിഞ്ഞ അനുസരിച്ച്. ഇവിടെ റൂമും ഉണ്ട്, സ്ഥലമുണ്ട്. ഉമ്മ,
ഒന്നുമല്ല, എല്ലാവരും കൂടെ ഒന്നും സാരമില്ല. ഏതായാലും എൻ്റെ കുട്ടി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഫസീലയും മിസിരിയും കുഞ്ഞുങ്ങളെ കണ്ട് തിരിച്ചു പോയി. എന്നാൽ നമ്മുടെ കുഞ്ഞിപ്പോൾ മിസിരിയുമായി യാതൊരു രീതിയിലുള്ള ഒരു ബന്ധവുമില്ല. അതെ, അവന് ടെൻഷനായിരുന്നു, സങ്കടമായിരുന്നു. എന്നാൽ ഫസീലക്ക് തന്നെ തോന്നിപ്പോയി, അല്ല കുഞ്ഞോ, ഞാൻ അങ്ങനെ ചോദിക്കണം വിചാരിച്ച് നിൽക്കണേ. 2 ദിവസമായല്ലോ ഇപ്പോൾ മിസിരി ഇവിടെ. പക്ഷേ ഈ പഴയ പോലത്തെ ആ സ്നേഹവും സ്വഭാവവും ഒന്നും, അങ്ങനത്തെ ഒരു സംസാരം ഒന്നുമില്ല. എൻ്റെ കുട്ടി ആകെപ്പാടൊരു മൂഡ് ഓഫ് ആണല്ലോ. എന്താ പറ്റിയത്? ഇതൊന്നുമില്ല. എന്നാലും എടാ, ആ കുട്ടിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഈയാണോളെ കല്യാണം കഴിക്കാന്നുള്ളത്. സത്യമായിട്ടും ഇനി മിണ്ടിയില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിക്കാനെ കുറിച്ചെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ നമുക്ക്? എനിക്ക് വേണ്ട. എന്തെൻ്റെ കുട്ടി ഇങ്ങനെ എത്ര പെട്ടെന്ന് മനസ്സ് മാറിയതെൻ്റെ ഉമ്മ? അവരുടെ ജീവിതം അതെന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? എന്തെൻ്റെ കുട്ടി പറയണത് അങ്ങനെയൊക്കെ? ആര് നഷ്ടപ്പെടുത്തിയത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ, ആരും നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്തിന്? എന്നാൽ കുഞ്ഞുവിന് ഭയമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ ഫോൺ കോളിനെ കുറിച്ച് അവനൊരാളോട് പറയാനും പേടി. പറഞ്ഞു കഴിഞ്ഞാലും അത് വലിയ പ്രശ്നമുണ്ടാകും എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ മൊത്തത്തിൽ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. എന്തെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം. ഒത്തിരി ഇഷ്ടമായിരുന്നു ഓളെ, പറഞ്ഞിട്ടെന്താ. എന്നാൽ ആ ദിവസം രാത്രി അല്പം ലേറ്റായിട്ടാണ് നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വന്നത്. അത് ഷമ്മാസിൻ്റെ ഷോപ്പിൽ ലോഡ് ഇറക്കുന്ന പണി ഉണ്ടായതുകൊണ്ട് അന്ന് അല്പം ലേറ്റായിരുന്നു. അങ്ങനെ ഫസീല ക്ഷീണം കൊണ്ട് ഒന്ന് കണ്ണ് മാളി പോയിട്ടുണ്ട്. അവൾക്ക് ഗർഭാവസ്ഥയല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മിസിരി കണ്ടറിഞ്ഞ് ജോലികളെല്ലാം ചെയ്യും. പിന്നെ പ്രായമായ ഉമ്മയും ബാപ്പയും അവരും അറിയാതെ ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സമയം നമ്മുടെ കുഞ്ഞു വരുന്നു. ഇത്താ. എന്നാൽ മിസിരി ഉണർന്നിരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നു. ശരിക്കും മിസിരിയെ കണ്ടപ്പോൾ കുഞ്ഞു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. മിസിരി, എന്താ, ഫുഡ് കഴിച്ചില്ലേ? കഴിച്ചു. ഇത്താത്ത മയങ്ങിപ്പോയിട്ടുണ്ട്. വേണ്ട, വിളിക്കണ്ട. എന്നാൽ ഞാൻ ഫുഡ് എടുത്ത്. വേണ്ട, ഞാനെടുത്ത് കഴിച്ചോളാം. മിസിരി ഉറങ്ങിക്കോ. വേണ്ട, ഞാൻ എടുത്തു തരാം. ഒരിക്കൽ പോലും ഫസീല അവനെ ഉറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഗർഭാവസ്ഥയിലുള്ള ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പാവം അറിയാതെ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും മിസിരി ഫുഡെല്ലാം എടുത്തു വെച്ചു. ചൂടാറുമെന്ന് കരുതിയിട്ട് കിച്ചണിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അവൾ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. പാവം മിസിരി. ശരിക്കും മിസിരി തൻ്റെ ഒരു സ്വന്തം ആളെപ്പോലെ തന്നെയായിരുന്നു അവനെ കരുതിയത്. ആ വീട്ടിലെ വേണ്ടപ്പെട്ട ഒരു ബ്രദറിനെ പോലെയാണ് ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളത്. കറി വേണ്ടേ? ഞാൻ കഴിച്ചോളാം. മിസിരി കിടന്നോ? വേണ്ട, ഞാൻ എടുത്തുവെച്ചിട്ട് കിടന്നോളാം. കുഞ്ഞു കഴിക്കേ. ശരിക്കും തനിക്ക് ആരൊക്കെ ഉള്ള പോലെയാണ് അവന് തോന്നിയത്. എല്ലാം അവളോടൊന്ന് തുറന്ന് പറഞ്ഞാലോ? വേണ്ട, പറഞ്ഞ ഒരു പക്ഷേ അവൾ വിഷമിക്കും. വാഫി ഉസ്താദിനോട് പറഞ്ഞാലോ? അതും വേണ്ട, ഭയക്കും. വേണ്ട, ഷാമോനോട് പറയാം, അതായിരിക്കും നല്ലത്. അല്ലാതെ എത്രയെന്ന് വിചാരിച്ച് ഇതിങ്ങനെ. മതിയോ? മതി, ഞാൻ എടുത്തു വെച്ചോളാം. പാത്രം കഴുകിക്കോളാം ഞാൻ. മിസിരി പോയി കിടന്നു. വേണ്ട, നിങ്ങൾ കൈ കഴുകിക്കോളൂ. എന്തുമാത്രം സ്നേഹത്തിലാണ് മിസിരി അവനെ നല്ല രീതിയിൽ പരിചരിച്ചത്. അവൾ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി കഴുകി വെച്ചു. ഫുഡെല്ലാം ബാക്കിയുള്ളത് അടച്ചു വെച്ചു. കിച്ചണിൽ ലൈറ്റ് ഓഫ് ചെയ്തു. പെട്ടെന്ന് കുഞ്ഞു അവൻ മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ മിസിരി കിച്ചണിൽ ലൈറ്റ് ഓഫ് ചെയ്ത് നടന്നു വരുന്നത് കണ്ടു. മിസിരി. അവൻ്റെ ശബ്ദം അല്പം ഗൗരവമുള്ളതായിരുന്നു ആ സമയത്ത്. കുഞ്ഞു. പിന്നെ ഇക്കക്ക് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ മിസ്രി, മിസ്രിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അത് കേട്ടപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല, മൗനം പാലിച്ചു. പറവണ്ണേ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം അവൾക്ക് നാണമാണ് വന്നത്. മൗനത്തിനർത്ഥം സമ്മതം.
മിസ്രി, സത്യമായിട്ടും എന്നെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നാൽ അവൾ ആ വാക്കുകൾക്ക് മുമ്പിൽ തകരുകയായിരുന്നു, തളർന്നു പോവുകയായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ. മിസ്രി ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ? മിസ്രിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലേ അതറിയണം. എന്നിട്ട് അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാ? നീ പറഞ്ഞോ, ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. എനിക്ക് വിവാഹം കഴിക്കാനാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. ഒരു നിമിഷം അതാ കുഞ്ഞുവിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. പാവം പെണ്ണ്. അതെ, അവൾക്ക് എന്നെ ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും റബ്ബേ? ഞാൻ എന്താ ചെയ്യൊരവസ്ഥ അവളോട് പറയാൻ പറ്റില്ലല്ലോ. ആങ്ങളെയും പെങ്ങളെയും ഇല്ലാതാക്കുന്ന പറഞ്ഞത്. ഈ വിവാഹം എങ്ങാനും നടന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ, അതും അത്രക്കും കോടീശ്വരന്മാരായ ആളുകളൊക്കെ ഒന്നിനും മടിക്കാത്തവരായിരിക്കുമല്ലോ. മിസ്രി, മോൾ കിടന്നോ? ഞാൻ കിടക്കട്ടെ? മിസ്രിക്ക് അതെ, എന്തൊക്കെയോ അവനോട് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നിമിഷം അവൾ മൗനം പാലിച്ചു. മിസ്രി കിടന്നോ, ഒറ്റക്കിവിടെ നിൽക്കണ്ട. അങ്ങനെ അതാ മിസ്രി റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ കുഞ്ഞു മാളിക മുകളിലേക്ക് കയറിപ്പോയി. അവന് ഉറക്കമില്ലായിരുന്നു. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മിസ്രി മാത്രമായിരുന്നു. റബ്ബേ, എന്തൊരു മൊഞ്ചാണ് ആ പെണ്ണിനെ! എത്ര വിനയത്തോടു കൂടിയാണ് അവൾ സംസാരിക്കുന്നത്. രാത്രിയുടെ ആ നിശബ്ദതയിൽ കുഞ്ഞു അവളെക്കുറിച്ച് ഓർത്തു. കുഞ്ഞുവിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനകളും ചിന്തകളും അപ്പോഴും ഒരു കടൽ പോലെ ഇരുമ്പുകയായിരുന്നു. ജനൽപ്പാളിയിലൂടെ അകത്തേക്ക് വീഴുന്ന നിലാവിനെ നോക്കി അവൻ കിടന്നു. താഴെ മിസ്രി ഉറങ്ങിയിട്ടുണ്ടാവോ എന്തോ അറിയില്ല. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഉറക്കം ഒളിച്ചോടിയിട്ട് ദിവസങ്ങളായിരുന്നു. കൺപോളകൾ അടയ്ക്കുമ്പോഴൊക്കെ ഒരൊറ്റ മുഖം മാത്രമാണ് തെളിഞ്ഞു വരുന്നത്. മിസ്രി, എൻ്റെ മിസ്രി. അവൾ വെറുമൊരു പെണ്ണല്ല. അതെ, വാഫി ഉസ്താദിൻ്റെ പെങ്ങൾ. ശരിക്കും അവളൊരു പുണ്യമായിരുന്നു. പൂർണ്ണമായും ഇസ്ലാമികമായ ചുറ്റുപാടിൽ അച്ചടക്കത്തോടെ വളർന്നവൾ. അവളുടെ വേഷ്യവിധാനങ്ങൾ പോലും കണ്ടു നിൽക്കുന്നവരിൽ ബഹുമാനമുണ്ടാക്കും. തട്ടട്ടാ മുഖത്ത് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി ഉണ്ടാകും. ആരോടും സംസാരിക്കുമ്പോഴും എളിമയോടെയുള്ള അവളുടെ വാക്കുകൾ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. ഒരു പെണ്ണിന് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും ഒത്തുചേർന്ന തികഞ്ഞൊരു അച്ചടക്കമുള്ള പെൺകുട്ടി. അവൾ സുന്ദരിയാണ്. ആ സൗന്ദര്യം ബാഹ്യമായതുകൊണ്ടല്ല, അവളുടെ ആത്മാവിൽ നിന്ന് ഉണ്ടായതാണ്. കുഞ്ഞ് പലപ്പോഴും ഓർക്കും അവളെ ആദ്യമായി കണ്ട നിമിഷം. എന്നാൽ അത് അറിയാതെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടും തോന്നാത്ത ഒരു ഇഷ്ടം. ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേ അവൻ്റെ ഉള്ളിൽ ഒരു മോഹം മുട്ടിട്ടതാണ്. അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം. ഉമ്മയോടും വാപ്പയോടും സംസാരിച്ച് മഹർ നൽകി അവളെ തൻ്റെ സ്വന്തമായി ഇണയാക്കണം എന്നതായിരുന്നു കുഞ്ഞുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ദിവസങ്ങൾ കഴിയുന്തോറും മിസിരിയോടുള്ള ഇഷ്ടം അവന് കൂടിക്കൂടി വന്നു. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം, നിക്കാഹ് കഴിക്കണം എന്ന ചിന്ത മാത്രമായി അവൻ്റെ മനസ്സിൽ. പക്ഷേ ആ സ്വപ്നങ്ങൾക്കിടയിലേക്കാണ് ആ അജ്ഞാത ഫോൺ കോൾ ഒരിടുത്തി പോലെ വന്നു വീണത്. അന്ന് വൈകുന്നേരം ഫോൺ ബെല്ലടിച്ചപ്പോൾ കുഞ്ഞ് വളരെ സാധാരണ രീതിയിലാണ് എടുത്തത്. പക്ഷേ മറുതലക്കൽ നിന്ന് കേട്ടത് ഒരു ശത്രുവിൻ്റെ കഠിനമായ ശബ്ദമായിരുന്നു. നീ ഒരിക്കൽ പോലും വാഫി ഉസ്താദിൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കരുത്. നീ അതിന് തയ്യാറെടുക്കുന്നുണ്ടല്ലേ? ഒന്നുറപ്പിച്ചോ, നീ അവളെ നിക്കാഹ് കഴിച്ചാലേ അന്ന് അവൾ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവും. അവളെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ആ മോഹം അവിടെ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ആ ഭീഷണി കേട്ട് കുഞ്ഞുവിൻ്റെ കൈകാലുകൾ വിറച്ചു. അതൊരു വെറും തമാശയായിരുന്നില്ല. ശത്രുക്കളുടെ ക്രൂരത അവന് നന്നായിട്ടറിയാം. അവരെ എതിർത്താൽ എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ്. താൻ കാരണം മിസ്രിക്ക് ഒരു ആപത്ത് വരരുത് എന്ന് ചിന്തിക്കാൻ പോലും അവന് കഴിയുന്നില്ലായിരുന്നു. നിക്കാഹ് കഴിച്ചാൽ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാകില്ലെന്ന ഭീഷണി കുഞ്ഞുവിൻ്റെ ഉറക്കം കെടുത്തി. എങ്കിലും മിസ്രിയെ വേണ്ടെന്ന് വെക്കാൻ അവൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. പേടി ഒരു വശത്ത്, അതിനേക്കാൾ വലിയ സ്നേഹം മറുവശത്ത്. പ്രണയവും ഭയവും തമ്മിലുള്ള വലിയൊരു യുദ്ധമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഭീഷണികൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കുവാനോ അതോ ആത്മാർത്ഥമായ പ്രണയത്തിന് വേണ്ടി പോരാടണോ? മിസ്രിയുടെ വിനയമുള്ള സംസാരവും സൗന്ദര്യവും ഓർക്കുമ്പോൾ കുഞ്ഞുവിൻ്റെ മനസ്സിൽ പുതിയൊരു ധൈര്യം തോന്നി.
എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഈ ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് അവൻ പതുക്കെ ചിന്തിക്കാൻ തുടങ്ങി. മിസിരിയെ ഒരു ആപത്തിലും പെടുത്താതെ അവളുടെ കാവലായി താൻ മാറണം. രാത്രി അവസാനിക്കാറാകുന്നു. കുഞ്ഞു ജനാലയിലൂടെ ആകാശത്തേക്ക് നോക്കി മനസ്സിൽ ഉറപ്പിച്ചു, ഭീഷണികൾക്ക് മുന്നിൽ മിസിരിയെ വിട്ടുകൊടുക്കില്ല. അവളെ തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരൂ. ഇല്ല, എനിക്ക് കഴിയില്ല, അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, കുഞ്ഞു സ്വയം മന്ത്രിച്ചു. അവൻ്റെ കൺകോണുകൾ നനഞ്ഞു. മിസിരിയെ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവനാവില്ല. പക്ഷെ നിക്കാഹ് കഴിച്ചാൽ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന ഭീഷണി, അത് ഓർക്കുമ്പോൾ നെഞ്ച് പെടയാണല്ല. പിറ്റേന്ന് രാവിലെ മനസ്സിൻ്റെ ഭാരം താങ്ങാനാവാതെ കുഞ്ഞു തൻ്റെ വിശ്വസ്ത സുഹൃത്ത് സെയ്ദിനെ കണ്ടു. അങ്ങാടിയിലെ ചായക്കടയിലേക്ക് അവനോട് വരാൻ പറഞ്ഞു. ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഒഴിഞ്ഞ ഒരു മൂലയിലെ ബെഞ്ചിലിരുന്ന് കുഞ്ഞു കാര്യം പറഞ്ഞു. എന്നാൽ അവൻ്റെ മുഖത്തെ വിളർച്ച കണ്ട് സെയ്ദ് ചോദിച്ചു, എന്താടാ കുഞ്ഞു, നീ ആകെ മാറിപ്പോയല്ലോ. പിന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ മിസിരിയുടെ വീട്ടിൽ നിന്ന് അവരെന്തെങ്കിലും പറഞ്ഞോ അതിനെക്കുറിച്ച്? കുഞ്ഞു പതുക്കെ ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു, അല്ലട സെയ്ദേ, കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ പക്ഷേ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാനിത് ഷമ്മാസിനോട് പറയണോ അതോ പെങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് നിൽക്കണം. ഞാൻ അവരെയൊക്കെ ഈ സന്തോഷകരമായ നിമിഷത്തിൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അവളെ ഞാൻ നിക്കാഹ് കഴിച്ചാലേ അവളെ അവർ ഇല്ലാതാക്കും അത്രേ. അവളുടെ ജീവനാണ് അവർ അയ്മനാണ് വിലയിട്ടിരിക്കുന്നത്. സെയ്ത് ഞെട്ടിപ്പോയി. ചായ ഗ്ലാസ് അവൻ മേശപ്പുറത്ത് വെച്ചു. എന്ത്, ആരാടാ അത്? മിസ്രിയുടെ കുടുംബത്തിന് ആർക്കെങ്കിലും ശത്രുക്കളുണ്ടോ? അതോ നിൻ്റെ? എനിക്കറിയില്ലടാ, പക്ഷെ ആ ശബ്ദം അത് വെറുമൊരു ഭീഷണിയല്ല. ഞാൻ എന്ത് ചെയ്യും? അവളെ ഓർക്കുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കാണ്. ഒളിച്ചോടി അങ്ങോട്ടെങ്കിലും പോയതെന്ന് വരെ ഞാൻ ചിന്തിച്ചു. കുഞ്ഞു തല താഴ്ത്തിയിരുന്നു. ഏയ് എടാ, അങ്ങനൊന്നും ചെയ്യല്ലേ, നിന്നെ കാത്തിരിക്കുന്നൊരു കുടുംബല്ലേ. സെയ്ത് കുഞ്ഞുവിൻ്റെ തോളിൽ കൈവച്ചു. ഒളിച്ചോടെ? ഏയ്, അതൊന്നും ഒന്നിനും പരിഹാരമല്ല കുഞ്ഞു. നീ ഒളിച്ചോടെ, അത് നിൻ്റെ കുടുംബത്തിനും മിസിരിയുടെ കുടുംബത്തിനൊക്കെ ഉണ്ടാകുന്ന നാണക്കേട് ആലോചിച്ചിട്ടുണ്ടോ? പോരാത്തതിന് ഒളിച്ചോടിയാൽ ഈ ശത്രുക്കൾ നിങ്ങളുടെ പിന്നാലെ വരില്ലെന്ന് എന്താ ഉറപ്പ്? ഭീരുക്കളെപ്പോലെ ഒളിച്ചോടുകയല്ല വേണ്ടത്. സുഹൃത്തിൻ്റെ വാക്കുകൾ കുഞ്ഞുവിൻ്റെ ഉള്ളിൽ തറച്ചു. അവൻ പതുക്കെ തല ഉയർത്തി. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് സെയ്ദേ? എൻ്റെ മിസിരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ല. സെയ്ദിൻ്റെ ശബ്ദത്തിൽ ദൃഢതയുണ്ടായിരുന്നു. നമുക്ക് ആ ശത്രുവിനെ നേരിടണം. അവൻ ആരാണെന്ന് കണ്ടെത്തണം. ഒളിച്ചിരുന്ന് കല്ലെറിയുന്നവൻ്റെ നെഞ്ചിലേക്ക് നേരെ നടന്നു കയറണം. നീ മിസിരിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അവളെ ഭയന്ന് മാറി നിൽക്കുകയല്ല, അവൾക്ക് കാവലായി മുന്നിൽ നിൽക്കുകയാണ് വേണ്ടത്. നീ കൂടെയുണ്ടെന്ന ധൈര്യമാണ് അവൾക്ക് കൊടുക്കേണ്ടത്. സെയ്ദിൻ്റെ വാക്കുകൾ കുഞ്ഞുവിൻ്റെ മനസ്സിലെ ഭയത്തിൻ്റെ കനലുകളെ കരിയിച്ചു കളഞ്ഞു. അവിടെ ഒരു പുതിയ വെളിച്ചം രൂപപ്പെട്ടു. ശരിയാണ്, ഒളിച്ചോടുന്നത് ഭീരുത്വമാണ്. മിസ്രിയെപ്പോലെ അച്ചടക്കമുള്ള വിനയമുള്ളൊരു പെൺകുട്ടിയെ കണ്ണീരിൽ അഴുത്താൻ തനിക്ക് കഴിയില്ല. അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് മുന്നിൽ നിൽക്കുന്ന ഏത് ശത്രുവിനെയും ഞാൻ നേരിടും. കുഞ്ഞുവിൻ്റെ കൈകൾ ചുരുട്ടി പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ ഭയത്തിന് പകരം ഇപ്പോൾ ദൃഢനിശ്ചയമായിരിക്കുന്നു. നീ പറഞ്ഞതാണ് ശരി എടാ സെയ്ദേ, കുഞ്ഞു പറഞ്ഞു. ഇനി ഒളിച്ചോട്ടമില്ല. ആ ശത്രു ആരായാലും അവൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുകൊടുക്കില്ല. എൻ്റെ മിസ്രിയെ ഞാൻ തന്നെ നിക്കാഹ് കഴിക്കും. അവളെ തൊടാൻ വരുന്നവൻ്റെ കൈ ഞാൻ വെട്ടും. നമുക്ക് അവനെ കണ്ടെത്തണം. അങ്ങനെ കുഞ്ഞൊരു പുതിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. കുഞ്ഞുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതാ പുതിയ പുതിയ പ്രതീക്ഷകൾ വരുന്നു. ആരെന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ മിസ്രിയെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതെനിക്ക് കഴിയില്ല. അവൾ എൻ്റെ പെണ്ണാണ്. അതെ, ഞാൻ മരിച്ചാലും വേണ്ടില്ല, എൻ്റെ മിസ്രിയെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അവൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളായിരുന്നു. എന്തായിരിക്കും ഇനി? നമ്മുടെ കുഞ്ഞുവിന് മിസ്രിയെ സ്വന്തമാക്കാൻ സാധിക്കുമോ? അതോ മിസ്രിയെ അപ്പോഴേക്കും അവർ വിവാഹം ആലോചിച്ച് കൂട്ടിക്കൊണ്ടുപോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അത്രക്കും സ്നേഹിച്ചതാണ് കുഞ്ഞു അവളെ. കുഞ്ഞുവിനെയും അവൾക്കൊത്തിരി ഇഷ്ടം. എല്ലാവരും അറിഞ്ഞ ബന്ധവുമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നുസൈബക്കത് കാത്തിരുന്നവരെ ക്ഷമിക്കണം. ഇൻഷാ അള്ളാ നാളെ നേരത്തെ വിടാൻ നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.